വീട്ടിൽ ഗ്യാസൊക്കെ ഉണ്ടോ? കുക്കിംഗ് ഗ്യാസ്? കുക്കിംഗ് ഗ്യാസ് ഇല്ല. കാരണം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല കുക്കിംഗ് ഗ്യാസ് പെട്ടെന്ന് ഇങ്ങനെ തന്നെ അടഞ്ഞു പോകുമെന്ന്. സ്റ്റോക്കില്ല. എൻ്റെ വീട്ടിൽ മാത്രമല്ല, പരിസരങ്ങളിലൊക്കെ തന്നെ അത് ചെറിയ പ്രശ്നമാണ്. എന്ന് വെച്ചാൽ യുദ്ധം നമ്മുടെ അടുക്കളയിൽ കയറി കളിച്ചു, നമ്മൾ പൂർണ്ണമായിട്ടും കുഴപ്പത്തിലായി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ മിക്കവാറും, നമ്മൾ മാത്രമല്ല ഒട്ടുമിക്ക ആളുകളും തന്നെ നമ്മുടെ കുക്കിംഗ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒന്ന് വിറക്, ആ വിറക് ഉപയോഗിച്ച് കുക്ക് ചെയ്യുന്ന പ്രോസസ്സിലേക്ക് നമ്മൾ പോകുന്നു. മറ്റൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡക്ഷൻ വായിൽ ഉപയോഗിച്ചിട്ടുള്ള നമ്മളുടെ കുക്കിംഗ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ കറണ്ട് മാറി, അതായത് നമ്മളുടെ പൊതു സ്വഭാവം മാറി. നമ്മൾ മാത്രമല്ല, എല്ലാവരുടെയും തന്നെ മാറി എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട്. അത് മനുഷ്യൻ്റെ അതിജീവനത്തിൻ്റെ പ്രശ്നമാണ്. ഒരു വഴിയടഞ്ഞാൽ നമ്മൾ മറ്റേ വഴിയെ അന്വേഷിക്കും. ടൈം എടുക്കും, ചില കേസുകൾ സമയമെടുക്കും. ഇവിടെ ഒരു പൊതു സാധാരണ പറയാറുള്ളത്, എവരി പ്ലഷർ ഹാസ് എ പ്രൈസ്, ദിസ് ടൈം ദ പ്രൈസ് ഇസ് ഡെത്ത്. നമ്മൾ അനുഭവിക്കുന്ന മുഴുവൻ സന്തോഷങ്ങൾക്ക് എപ്പോഴെങ്കിലും കാര്യമായൊരു വില കൊടുക്കേണ്ടി വരും. മരണമല്ലെങ്കിൽ പോലും നമ്മുടെ നിത്യജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരു വില നമ്മൾ കൊടുക്കാൻ നിർബന്ധിതരാവുകയാണ്. ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആ രീതിയിലേക്കാണോ വരുന്നത്? നമ്മൾ പൊതുവെ ഒരു രാഷ്ട്രീയം പരിശോധിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ വിചാരിക്കേണ്ടതാണ്. അപ്പം നമ്മൾ ചർച്ചയ്ക്കൊക്കെ ഇരിക്കുന്ന ആളുകളെന്ന് നമ്മൾ പല ഘട്ടങ്ങളിലും യുദ്ധത്തിൻ്റെ വരവിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളവരാണ്. പ്രത്യേകിച്ച് ഈ വിമാനവാഹിനി കപ്പൽ ആദ്യത്തെ ഒരെണ്ണം വരുന്നു, അപ്പോൾ തന്നെ യുദ്ധത്തിൻ്റെ സാധ്യത മണത്തതാണ്. പിന്നെ രണ്ടാമതൊരെണ്ണം പുറപ്പെട്ടത് ഇവിടെ എത്തിക്കഴിയുമ്പോഴേക്കും യുദ്ധം ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞത്. പക്ഷെ അത് കൃത്യമായിട്ട് ഇറാൻ മനസ്സിലാക്കിയില്ല എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. കാരണം അവർ ഇൻ്റർനാഷണൽ ഡിസ്കഷൻസിലായിരുന്നു അല്ലേ അമേരിക്ക. എന്നുവെച്ചാൽ അമേരിക്ക ലോകത്തെ ഏറ്റവും വലിയ ചതി ചെയ്തിട്ടാണ് ഈ യുദ്ധം ആരംഭിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. കാരണം നമ്മൾ തമ്മിൽ പ്രശ്നം ഉണ്ടാകും. നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ 200 മുറിക്കകത്തിരുന്ന പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ചർച്ച ചെയ്യേണ്ടി. ആ സമയത്ത് നിങ്ങളുടെ വീട്ടിൽ കയറി ഞങ്ങളുടെ ആളുകൾ ആക്രമണം നടത്താം. അതൊരു മര്യാദയായിട്ടായിരിക്കെങ്കിലും തോന്നുന്നു. പോലീസ് സ്റ്റേഷനിൽ ഒത്തുതീർപ്പ് ചർച്ച നടക്കുക, ഇപ്പുറത്ത് അടിയാണ്. അതൊരു മര്യാദകളാണ്. ആ മര്യാദകൾ ചെയ്യുന്നതിൽ യാതൊരു വിധമായിട്ടുള്ള മനസ്സാക്ഷി കുത്തുമില്ലാത്ത ഒരു രാഷ്ട്രമായിട്ട് അമേരിക്ക മാറിയാൽ അമേരിക്ക ലോകത്തിന് നൽകാൻ പോകുന്നത് എന്തായിരിക്കും? വലിയ ഉപദ്രവങ്ങളായിരിക്കും. അതിൽ ട്രംപിനെ ഞാൻ ബഹുമാനിക്കും ഒരു കാര്യം അങ്ങനെ പച്ചയ്ക്ക് പറഞ്ഞു. ഐ ആം എ ട്രേഡർ. അമേരിക്കയ്ക്ക് പ്രോഫിറ്റ് വേണം, ലാഭം കിട്ടുന്ന കച്ചവടത്തിനെ ഞാനുള്ളൂ. എൻ്റെ വിദേശ നയമോ ആഭ്യന്തര നയമോ പ്രതിരോധ നയമോ എല്ലാം അതാണ്. അമേരിക്കയ്ക്ക് ലാഭം കിട്ടുന്ന കച്ചവടം. ഇവിടെ സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഓർത്തു. ഈ എണ്ണയുടെ സ്റ്റോക്ക് വെനിസ്വേല കൂടെ അമേരിക്കയുടെ കസ്റ്റഡിയിലായി. അപ്പോൾ എണ്ണയുടെ സ്റ്റോക്ക് ആരുടെ കയ്യിലേക്ക് എത്തി? US-ൻ്റെ കയ്യിലേക്ക് ഏറെക്കുറെ എത്തുകയാണ്. ഈ യുദ്ധം കാരണം ഇനി എണ്ണയ്ക്ക് ക്രൂഡിന് വിലവർധന ഉണ്ടായാൽ അതിൻ്റെ ബെനിഫിഷ്യറി ആരായിരിക്കും? ഞാൻ ചെയ്യുന്നത് ഇത് കൊള്ളയല്ലേ? ഒരു രാജ്യത്ത് കയറി അവൻ്റെ സാധനം കട്ടുകൊണ്ടുപോയിട്ട് ഇവൻ്റെ അമ്മായിമ്മയുടെ ട്രേഡ് എന്ന് പറഞ്ഞതിൽ വല്ല കഥയുണ്ട്. ഞാൻ പറയുന്നത് ഇയാളെപ്പോലെ ഒരു വൃത്തികെട്ട പ്രസിഡന്റ് അമേരിക്കയുടെ ചരിത്രത്തിൽ ആ മറുപടിയാണ് ഇന്ന് നമ്മൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് സ്വന്തം, അതായത് അപ്പോൾ വിചാരിച്ചോണം, അമേരിക്ക അയമ ട്രേഡർ, അമേരിക്കയുടെ കാര്യമുള്ളപ്പോൾ കയ്യൂക്കൊള്ളവും കാര്യക്കാരനും നമ്മളെല്ലാം വഴങ്ങിക്കൊടുക്കാനായിട്ടൊരു ആജ്ഞാപിക്കലും കൊണ്ടുണ്ട് അതിൻ്റെ അകത്ത്. ആ വർത്തമാനത്തിൽ ഞാനാണ് ശക്തൻ, എൻ്റെ കടയിലെ സാധനം ഉള്ളൂ, എൻ്റെ കടയിൽ അതിലേ കരിയുള്ളൂ, എൻ്റെ കടയിലെ പെട്രോൾ, ആ രീതിയിലേക്ക് താങ്കൾ പറഞ്ഞ രീതിയിൽ അമ്മായിയപ്പൻ്റെ അതിനൊക്കെ കുറച്ചുകൂടെ മോശമായ ഭാഷയെ പറഞ്ഞാലും ട്രംപ് പറയുമ്പോൾ വേറെ സെക്കൻഡറി ആയിട്ട് അടുത്ത കാര്യങ്ങൾ നമ്മൾ ഡിഡ്യൂസ് ചെയ്യുകയാണ്. അമേരിക്കയുടെ ഇൻട്രസ്റ്റ് മാത്രമല്ല ഇൻട്രസ്റ്റ് അയക്കുള്ളത്, ട്രംപിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ഇൻട്രസ്റ്റാണ് പ്രധാനം എന്നാൽ ഞാൻ പറയും. അതെ, ട്രംപിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് രാഷ്ട്രത്തിൻ്റെ ഇൻട്രസ്റ്റ് അല്ല. ഈ നേരത്തെ അമേരിക്കയുടെ താല്പര്യങ്ങളെന്ന് പറഞ്ഞാൽ അമേരിക്കൻ രാഷ്ട്രത്തിൻ്റെ താല്പര്യങ്ങളാണ്. അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രസിഡന്റുമാരാണ് അവിടെ ഉണ്ടായത്. പക്ഷേ ഇവിടെ ഒരേ സമയത്ത് ഒരു കച്ചവടക്കാരൻ, സ്വകാര്യ കച്ചവടക്കാരനും അതേപോലെ തന്നെ രാഷ്ട്രത്തെ കച്ചവടത്തിന് വിധേയമാക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ, രണ്ടും ഒരേ സമയത്ത് അദ്ദേഹം കച്ചവടം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഇന്ത്യ ഈ കാര്യത്തിലെടുക്കുന്ന നിലപാടുകൾ എന്ത്? ഇതാണ് നമുക്ക് ഇന്ത്യക്കാരെന്ന നിലക്ക് നമ്മുടെ താല്പര്യം. ഇന്ത്യക്ക് പറ്റിയ ഒരു വീഴ്ച എന്ന് പറയുന്നത് യുദ്ധം നടക്കുമെന്നും അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഈ പാചകവാതകത്തിന് വലിയ ക്ഷാമം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നേരത്തെ കണക്കൂട്ടേണ്ടതായിരുന്നു.
അത് പക്ഷേ നമുക്ക് കണക്കൂട്ടാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് പിഴച്ചുപോയി. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, നമ്മുടെ നാട്ടിലേക്ക് ഓരോ കടകളും അടച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ക്യാൻറ്റീൻ അടക്കുന്നു, ചായക്കട അടക്കുന്നു, അങ്ങനെ ചോറ് കിട്ടാനില്ല, ഭക്ഷണം കിട്ടാത്ത സ്ഥിതിയാവും. നമുക്ക് വീട്ടിൽ ബദൽ വെക്കാം, വിറക് വെച്ചും അതേപോലെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങളിലൂടെ നമുക്ക് നമ്മുടെ പാചകമൊക്കെ നടത്തിക്കൊണ്ടുപോകാം. കാരണം അത് വളരെ ചെറിയ ഇതിൽ ഉള്ള ഒരു പാചക സംവിധാനം. പക്ഷെ വലിയ വലിയ ഹോട്ടലുകൾ, അതേപോലെ തന്നെ റെസ്റ്റോറൻറ്റുകൾ, ക്യാൻറ്റീനുകൾ അതൊക്കെ നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ലാർജ് സ്കെയിലായിട്ട് അവിടെ കുക്കിംഗ് ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ബദൽ വിറക് എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് നടപ്പിലാക്കുക സാധ്യമല്ലാതായി തരും. അപ്പം അതുകൊണ്ട് അവർ എളുപ്പമാർഗം എന്ന നിലക്ക് കടയടക്കും. ഈ കടയടക്കും എന്ന് പറയുമ്പോൾ നമുക്കൊരു ചെറിയ വാർത്തയാണ്. പക്ഷേ കടയടക്കുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്, നമ്മളുടെ സാമ്പത്തിക സ്രോതസ്സിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാകുന്നുണ്ട്. സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടിലേക്ക് രാഷ്ട്രം പതുക്കെ നീങ്ങാനായിട്ട് പോകുന്നതിൻ്റെ സൂചനയാണ് യഥാർത്ഥത്തിൽ നമ്മൾ അവിടെ കാണേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മനസ്സിലാക്കിയിട്ടായിരിക്കണം വളരെ ഗൗരവമായിട്ട് നമ്മുടെ കുക്കിംഗ് ഗ്യാസ് ഉൽപ്പാദനത്തിലൊക്കെ വർധനവ് വരുത്താനായിട്ട് ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും ആ കാര്യത്തിൽ ഗവൺമെൻറ്റിന് കാലിടറി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ പ്രതിസന്ധി മുൻകൂട്ടി കാണുന്നതിന് ഇത് മാത്രമല്ല, ഇനിയും ചിലപ്പോൾ ഇതുപോലെ ഇഷ്ടംപോലെ പ്രതിസന്ധികൾ വരുമെന്നും അതിനെ ഇപ്പം നമ്മളെ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ഇമ്പോർട്ട് ഓറിയൻറ്റഡ് ഏത് എക്കണമി ആണെങ്കിലും ഒന്നിലെ തന്നെ ആശ്രയിച്ച് നമ്മൾ നിന്നാൽ എന്താ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ പഴയ യുദ്ധമല്ല ഇന്നത്തെ യുദ്ധം. ഇപ്പം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ കേരളത്തിലെ ആളുകൾ ആഹ്ലാദവാന്മാരാണ്. കാരണം അവർക്കൊരു പരിക്കും പറ്റില്ല എന്നവർ വിചാരിച്ചിരുന്നതാണ് പണ്ടത്തെ കാലമാണ്. ഒരിക്കൽ അവിടെ നിന്ന് ഏതോ ഒരു വിമാനം പറന്നു വന്ന് കൊച്ചിയിൽ എവിടെ ബോംബിട്ടിട്ട് ചവരിക്കുഴിയിൽ പോയി, അതൊന്നും പൊട്ടിയില്ല. അത്ര സുരക്ഷിതമായ ടൂറിസ്റ്റ് സെൻ്ററായി. അതെ, അല്ല നമുക്കപ്പോൾ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കൊച്ചി തകർക്കണമെന്ന് പാകിസ്ഥാനിലിരുന്നവർ തീരുമാനിച്ചാൽ കൃത്യമായിട്ട് അത് അസൈൻ ചെയ്ത് മിസൈൽ അയക്കാനും, ആ മിസൈൽ സൂപ്പർസോണിക് മിസൈലുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പോലും കഴിയാതിരിക്കുകയും നമ്മുടെ നഗരം കത്തിത്തീരുകയും ചെയ്യും, നമ്മളൊക്കെ ചത്തുപോകും. അപ്പോൾ അങ്ങനത്തെ ഒരു പോസിബിലിറ്റീസ് ഇന്ന് ലോകത്ത് യുദ്ധത്തിൻ്റെ കാര്യത്തിലുണ്ട്. ഇറാനിൽ നിന്ന് ഒരു രാഷ്ട്രം കഴിഞ്ഞിട്ടാണ് ഇസ്രായേൽ. എന്നിട്ടും ഇറാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇസ്രായേലിലേക്ക് മിസൈൽ അയക്കുന്നുണ്ട്. പക്ഷേ ഒരു ഇറാൻ വിമാനവും പോയിട്ട് ബോംബിടുന്നതായിട്ട് നമുക്ക് അറിയാനായിട്ട് പാടില്ല. എന്നുവെച്ചാൽ ആകാശത്ത് വിമാനങ്ങൾ കൊണ്ടുള്ള